കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ് ഉണ്ടാക്കുന്നത്. ബട്ടൂര. ഇതൊരു ഉത്തരേന്ത്യൻ വിഭവമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ മിക്കവാറും എല്ലായിടത്തും വാങ്ങിക്കാനും കിട്ടുന്നതും നമ്മൾ ഉണ്ടാക്കുന്നതുമായ ഒന്നാണ് ബട്ടൂര. ഇത് വളരെ നല്ല ടേസ്റ്റാണ്. കണ്ട പൂരി പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ ചേരുവകൾ പൂരിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇത് വളരെ ടേസ്റ്റുള്ള ഈ വിഭവം ഉണ്ടാക്കാൻ അധികം താമസമൊന്നുമില്ല. അല്പസമയം നമ്മളൊന്ന് കുഴച്ച് വെച്ചേക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇതിന് ഏറ്റവും നല്ല കറി വെള്ളക്കടലക്കറിയാണ്. ചിക്കൻ ഡിഷസ് ഏതും ഇതിൻ്റെ കൂടെ യോജിക്കുന്നതുമാണ്. ഈ ടേസ്റ്റിയായ ബട്ടൂര നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. എന്തൊക്കെ ചേരുവകൾ ചേർത്താണ് ഈ ബട്ടൂര ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. 1 കപ്പ് മൈദാമാവ്. ഇത് ഞാൻ 250 ml കപ്പിനാണ് 1 കപ്പ് മൈദാമാവ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ റവ. ഇത് വറുത്ത റവയാണ്, വറുക്കാത്തതായാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 കപ്പ് തൈര്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്, എന്നാൽ സാമാന്യം പുളിയുണ്ട്, ഒത്തിരി പുളി ആകരുത്. ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് വെക്കണം. മൈദ മാവിലേക്ക് ഗോതമ്പ് പൊടി, റവ, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഇത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലെങ്കിൽ അതിന് പകരം 1 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ പൊങ്ങാൻ വെച്ചിട്ട് അത് പൊങ്ങി വരുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്താലും മതി. പക്ഷേ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് ബട്ടൂര ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ഗോതമ്പ് പൊടി ചേർക്കാതെ മൈദാമാവിനകത്ത് തന്നെ ഉണ്ടാക്കാം. പക്ഷേ ഗോതമ്പ് പൊടി ചേർക്കുമ്പോഴാണ് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാനൊരു എളുപ്പമുള്ളത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഗോതമ്പ് പൊടി ചേർക്കുന്നത്. റവ ചേർക്കുന്നത് കൂടുതൽ ക്രിസ്പി ആയി കിട്ടാനായിട്ടാണ്. ഇനി അതിലേക്ക് തൈര് ചേർക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കൈ കൊണ്ട് കുഴച്ച് വെക്കാം. ഇത് കൈ കൊണ്ട് നല്ലവണ്ണം കുഴക്കണം. ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ ഇത് കുഴച്ച് വെക്കണം. വെള്ളം ഒത്തിരി ആകരുത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വരണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു നനച്ച് പിഴിഞ്ഞെടുത്ത് ഒരു തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കണം. ഇത് ഡ്രൈ ആകാതിരിക്കാനാണ് ഇങ്ങനെ കവർ ചെയ്യുന്നത്. പിന്നെ നമ്മളിത് മൂടി വെക്കാം. ഇനി ഇതിങ്ങനെ 2 മണിക്കൂർ വെച്ചേക്കണം. നമ്മൾ 2 മണിക്കൂറായിട്ട് മൂടി വെച്ചിരുന്ന ബട്ടൂരയുടെ മാവൊന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നോടെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടി പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ വലിയ ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയൊന്നും വേണ്ട. ഒരു പൂരിയോളമോ അല്ലെങ്കിൽ അതിലല്പം വലുപ്പത്തിലുള്ള ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് ഞാനിവിടെ ഗോതമ്പ് മാവാണ് മുക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതോ മൈദയോ എന്ത് വേണേലും മതി.
നമുക്ക് അതിൽ മുക്കി ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പോലെ ഒത്തിരി കനം കുറയ്ക്കരുത്. ഇതുപോലെ വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം എല്ലാം. ഞാനിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന നല്ലവണ്ണം എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഈ ബട്ടൂര ഇട്ട് കൊടുക്കാൻ. നമുക്ക് തീ ഒരല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് ബട്ടൂര ഇട്ട് കൊടുക്കാം. എണ്ണ ഇങ്ങനെ മുകളിലേക്ക് ഇച്ചിരി തട്ടിയിട്ട് കൊടുക്കണം. അന്നേരം ഇത് ഇതുപോലെ കുമളച്ച് വരും. ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ബട്ടൂര മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബട്ടൂരയും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ബട്ടൂര റെഡിയായി. ഇതൊരു ഉത്തരേന്ത്യൻ വിഭവമാണിത്. ഇതിന് ഏറ്റവും നല്ലത് വെള്ളക്കടലക്കറിയാണ്, ചന്ന മസാലക്കറിയാണ് ഇതിന് ഏറ്റവും നല്ലത് കൂട്ടാനായിട്ട്. പിന്നെ ചിക്കൻ്റെ ഏത് വിഭവവും ഇതിൻ്റെ കൂടെ കഴിക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.